ഫറോവയുടെ ശത്രുക്കൾ, കിബുത്തിയാക്കളായ ശത്രുക്കളെയും കൂട്ടി ഫറോവ 10,000 ശത്രുക്കളെയും കൂട്ടി നാട്ടിൽ നിന്ന് ഇപ്പോൾ വിട്ട മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലുകാരെയും പിടിക്കാനും കൊല്ലാനും ശിക്ഷിക്കാനും നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമും കൂടെയുള്ള അനുയായികളും എത്തിപ്പെട്ടേക്കുന്നത് സമുദ്രത്തിന്റെ മുന്നിലാണ്. എന്ത് ചെയ്യും? സമുദ്രത്തിൽ ഇറങ്ങാൻ വകുപ്പില്ല, ആഴമുള്ള വെള്ളം. എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ശത്രുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുമ്പിൽ സമുദ്രം, പിന്നിൽ ശത്രുക്കൾ. കൂടെ ഉള്ള അനുയായികൾ അതാ പറയുന്നു, ഇന്നല മുദ്റക്കൂൻ, ഇപ്പൊ നമ്മളെ പിടിക്കുമല്ലേ മൂസാ നബിയെ. ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ പിടികൂടും, എന്ത് ചെയ്യും? അന്നേരം മൂസാ നബി അലൈഹി സ്വലാം എന്താ ചെയ്തത്? ഉടനെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എടുക്കുന്നു, മൂഡ് ഓഫിൻ്റെ ഇമോജി ഇടുന്നു, കരയുന്ന 2 ഐക്കൺ ഇടുന്നു. ഇതാണോ പരിപാടി? അല്ല, പിന്നെന്താ ചെയ്യണത്? ഇല്ല ഇല്ല, അങ്ങനെ ശത്രുക്കളൊന്നും നമ്മളെ പിടിക്കും. ശത്രുക്കൾ ഇവിടെ എത്തിയില്ലേ, മുമ്പില് സമുദ്രല്ലേ, എന്ത് ചെയ്യും? മൂസാ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ അല്ലാഹ് ഉണ്ട്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത് നമ്മളെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു വോൾട്ടേജ് കൂടിയ ലീഡറാണ്. ബനു ഇസ്രായേലുകാർ അന്ന് കൂടെ ഉണ്ടായിരുന്നവർ അത്ര വോൾട്ടേജ് ഇല്ല. അതുകൊണ്ടാണ് മൂസാ നബി സിംഗുലർ ടേം ഉപയോഗിച്ചത്. എൻ്റെ കൂടെ അല്ലാഹ് ഉണ്ട്, നിങ്ങൾ അത്ര പോരപ്പോൾ. അതാണ് അങ്ങനെ വന്നത്. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. കടൽ ഒഴുകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന റബ്ബിന് കടൽ ഇപ്പോൾ 2 കഷ്ണമാവണമെന്ന് തീരുമാനിക്കാൻ ഇപ്പം എന്ത് പ്രശ്നം? ആവണം 2 കഷ്ണം. മൂസാ നബി പോയി തീർന്നിട്ട് മതി ബാക്കി. അതാ കടൽ ഒരു വഴി സൃഷ്ടിക്കും. കണ്ടോ? കണ്ടകള്